നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലവിൽ കോൺഗ്രസിൻ്റെതായിരിക്കുന്ന പാലക്കാട് സീറ്റ് കയ്യിൽ നിന്ന് പോകുമോ എന്ന ആശങ്ക പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ അലട്ടിത്തുടങ്ങി. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. പരാജയ ഭീതി അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള ആരോപണങ്ങളാണ്, ഗുരുതര ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉന്നയിച്ചത്. കേരളത്തിൽ സീറ്റ് കിട്ടുമെന്നത് ബി.ജെ.പിയുടെ വ്യാമോഹം മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. CPM-ഉം ബി.ജെ.പിയും തമ്മിൽ ചില ഡീലുകൾ നടന്നിട്ടുണ്ട്. പാലക്കാട് സീറ്റിലാണ് ഈ ഡീൽ നടന്നിരിക്കുന്നത്. പാലക്കാട് ദുർബലനായ സ്ഥാനാർത്ഥിയെ CPM നിർത്തിയത് ആ ഡീലിനോടനുബന്ധിച്ചാണ്. അതായത് ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയത് കൊണ്ട് CPM-ന് വോട്ട് കിട്ടില്ല, മറിച്ച് ആ സ്ഥാനത്ത് ബി.ജെ.പിക്ക് ആ വോട്ട്, CPM-ൻ്റെ വോട്ട് കൂടി ബി.ജെ.പിക്ക് കയറിപ്പോകും എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഡീല് വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. അവിടെ രമേശ് പിഷാരടി വിജയിക്കുമെന്ന് ഉറപ്പാണ്. പാലക്കാട് ബി.ജെ.പിയെ സഹായിച്ചാൽ കേരളത്തിൽ 10 ഇടങ്ങളിൽ ബി.ജെ.പി CPM-നെ സഹായിക്കാമെന്നാണ് ധാരണയെന്നും വി.ഡി. സതീശൻ തുറന്നടിച്ചു. ടീം UDF വളരെ ശക്തമാണ്. അതിനാൽ CPM-ൻ്റെ എല്ലാ ചരടുവലികളും അറിയുന്നുണ്ട്. ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ മാറ്റാനാണ് UDF-ന്റെ നീക്കമെന്നും എല്ലാത്തിനും UDF-ന് വ്യക്തമായ പ്ലാൻ ഉണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. തീർച്ചയായിട്ടും പാലക്കാട് വലിയ ആശങ്കയാണ് കോൺഗ്രസിന് ഇടയിലുള്ളതെന്നത് വ്യക്തമാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്ത് നേടിയ ഒരു ഭൂരിപക്ഷമുണ്ട്. അത് മറികടക്കാൻ, അല്ലെങ്കിൽ ആ സീറ്റ് നിലനിർത്താൻ രമേശ് പിഷാരടിയെ പോലുള്ളൊരു വ്യക്തിക്ക്, അത്തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥിക്ക് കഴിയുമോ എന്ന വലിയൊരു ചോദ്യചിഹ്നം ബാക്കിയാണ്. രമേശ് പിഷാരടിയുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണ് എന്ന ചോദ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. അദ്ദേഹം ഒരു കലാകാരനാണ്, നല്ലൊരു കലാകാരനാണ്, കൊമേഡിയനാണ്, അദ്ദേഹം നല്ലൊരു നടനാണ്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ എന്താണ് രമേശ് പിഷാരടിയുടെ രാഷ്ട്രീയ പാരമ്പര്യം? തീർച്ചയായിട്ടും പാലക്കാട്ടെ വോട്ടർമാർ അത് ചിന്തിക്കൂല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പാലക്കാട്ടെ വോട്ടർമാർ വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ളവരാണ് എന്ന് തന്നെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാരമ്പര്യം ഈ ഒരു ഇലക്ഷനിൽ ഏറ്റവും വലിയ പ്രധാന ഘടകം തന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ രമേശ് പിഷാരടിക്ക് സാധ്യത വളരെ കുറവ് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ ശക്തിയായൊരു നേതാവാണ്, നമുക്ക് അറിയാവുന്നതുപോലെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ പാലക്കാട്ടെ ഏറ്റവും വലിയ ശക്തിയായ ഒരു രാഷ്ട്രീയ നേതാവ് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. രമേശ് പിഷാരടി അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ള ഇപ്പോഴത്തെ സീറ്റ് നഷ്ടപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട് എന്ന ഒരു അടക്കം പറച്ചിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു. രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വവുമായി വലിയ രീതിയിലുള്ള എതിർപ്പ് ഒരു വശത്ത് നിന്ന് ഉയർന്നതാണ്. രാഹുൽ മങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് വീണ്ടും രാഹുലിന് മത്സരിക്കാൻ സാധിക്കില്ല. പാർട്ടിയിലില്ലാത്തൊരു വ്യക്തി എങ്ങനെയാണ് മത്സരിക്കുക? അതുകൊണ്ട് തന്നെ അത്രയും ശക്തനായ ഒരു നേതാവിനെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവിനെ പാലക്കാട് നിർത്താതെ, മറിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിയെ നിർത്തിയതിലൂടെ, അതായത് ഷാഫി പക്ഷത്തിൻ്റെ ഒരു ആവശ്യത്തിൽ നിർത്തിയതിലൂടെ കോൺഗ്രസ് ബി.ജെ.പിക്ക് തീരെഴുതി കൊടുക്കുകയാണോ പാലക്കാട് എന്ന ചോദ്യവും ഒരു വശത്ത് ശക്തമാണ്. ഇനിയെങ്കിലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ചിലർ കൂട്ടരെങ്കിലും പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു, രാഹുൽ മാങ്കൂട്ടത്തിൽ അകപ്പെട്ടത് വലിയൊരു വിവാദത്തിലാണ്. സ്ത്രീകളെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ കുട്ടികളെ അബോർഷൻ ചെയ്യാൻ പീഡിപ്പിച്ചു, ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് നേരെ ഉണ്ടായത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA-ക്ക് ഇത്തരത്തിൽ ഈ ആരോപണങ്ങളൊന്നും ആ ഒരു MLA ബാധിച്ചിട്ടില്ല എന്ന കാര്യം കഴിഞ്ഞ ദിവസവും കൂടി നമുക്ക് വ്യക്തമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പാലക്കാട് കൂടി പോയപ്പോൾ പ്രവർത്തകർ എന്ത് ആവേശത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ജനങ്ങളും ആവേശത്തോടെ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന, കൈ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ഇത്രയധികം ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA-ക്ക് ജനപ്രീതി ഏറുന്നതല്ലാതെ അവിടുത്തെ പാലക്കാട് ജനത അദ്ദേഹത്തെ തള്ളുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വെറുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്, അതായത് ഇപ്പോൾ രാഹുലിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരുമ്പോൾ, കോൺഗ്രസിൽ മറ്റൊരാൾ വരുമ്പോൾ അവിടുത്തെ വോട്ടർമാർക്ക് അത് എത്രത്തോളം സ്വീകാര്യമാണ് എന്നതും വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും വി.ഡി. സതീശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ, അതായത് പാലക്കാട് സീറ്റ് അവിടെ ഡീലുണ്ട്, CPM-ഉം ബി.ജെ.പിയും ഡീലുണ്ട്, ദുർബലനായ സ്ഥാനാർത്ഥിയെ CPM അവിടെ ഇറക്കിയത് ബി.ജെ.പി വിജയിപ്പിക്കാനാണ് എന്ന വി.ഡി. സതീശൻ്റെ ഇപ്പോഴത്തെ ഈ പ്രതികരണം, അത് ഒരു മുൻകൂർ ജാമ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അവിടെ പരാജയപ്പെട്ടാൽ അതിൻ്റെ കാരണം അവരുടെ ഡീലാണ്, അല്ലാതെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തെറ്റല്ല എന്നൊരു മുൻകൂർ ജാമ്യം അദ്ദേഹം എടുത്തു വയ്ക്കുകയാണോ എന്ന ചോദ്യവും നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും പാലക്കാട് സീറ്റ് അത് നമുക്കറിയാം
നമ്മുടെ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം പാലക്കാടാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അവിടേക്ക് എല്ലാ കണ്ണുകളും നീളുന്നുമുണ്ട്. അതേസമയം CPM-ഉം കോൺഗ്രസും തമ്മിലാണ് ഡീലെന്നാണ് വി മുരളീധരന്റെ പ്രതികരണം. ജയിക്കുന്ന സീറ്റുകൾ CPM-ഉം കോൺഗ്രസും ഘടകകക്ഷികൾക്ക് നൽകുന്നില്ലേ? CPM അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ചേരി BJP-യിലില്ല. BJP അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റ ചേരി മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് BJP ജയിപ്പിക്കാൻ CPM-ഉമായി ഡീലുണ്ടെന്ന് VD സതീശന്റെ ആരോപണത്തെ ശോഭാ സുരേന്ദ്രൻ തള്ളി. പാലക്കാട് ദുർബലനായ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് ഡീലിന്റെ ഭാഗമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ആ ദുർബലനായ സ്ഥാനാർത്ഥിയെ ആരെങ്കിലും ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മുന്നണികൾക്കാണ് എന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. പാലക്കാടിന് പകരം 10 സീറ്റിൽ BJP CPM-നെ സഹായിക്കുമെന്നും VD സതീശൻ ആരോപിച്ചിരുന്നു. സതീശന്റെ പ്രസ്താവന കോൺഗ്രസിന്റെ പരാജയഭീതി മൂലമാണെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വിലയിരുത്തൽ. ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം അതത് മുന്നണികൾക്കാണ്. തോൽവി മുന്നിൽ കണ്ടുള്ള മുൻകൂർ ജാമ്യം എടുപ്പാണ് സതീശന്റെ പ്രതികരണമെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ പരിഹാസം. താൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വൻതോതിൽ വോട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തന്നെ ജയിപ്പിച്ചാൽ മോദിയുടെ അടുത്തേക്ക് പാലക്കാട്ടുകാരെ കൊണ്ടുപോകുമെന്നും ഇത്തവണ താൻ നിയമസഭയിൽ എത്തുമെന്നും ശോഭാ സുരേന്ദ്രൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് ആശങ്കയിലാണ്. കോൺഗ്രസ് പാളയത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ നിലവിലെ ഏറ്റവും വലിയ പാലക്കാട് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒന്നും അറിഞ്ഞാൽ അത് BJP-ക്ക് പോകുന്ന തലത്തിലാണ് പാലക്കാടിൻ്റെ അവസ്ഥ. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലത്തുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അവിടെ ആര് നേടും, ആര് വാഴും, ആര് വീഴും എന്നതൊക്കെ ഒരു ചോദ്യമായി, ഒരു ആശങ്കയായി ഇരിക്കുകയാണ്. അതേസമയം വനിതകൾക്ക് സൗജന്യ യാത്ര KSRTCക്ക് സർക്കാർ സബ്സിഡി, അതുവഴി KSRTCയെ സ്വയം പര്യാപ്തമാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാഗ്ദാനം. കിഫ്ബിയുടെ കണക്ക് പുറത്തുവിടും. അധികാരത്തിൽ UDF വന്നാൽ കേരളത്തിന്റെ പൊതുവരുമാനം വർദ്ധിപ്പിക്കും. നമ്മുടെ വരും തലമുറയെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള വികസനമാണ് നടപ്പിലാക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഒരു തർക്കവും കാണില്ല. എല്ലാ കാര്യത്തിലും അനുകൂലമായ അന്തരീക്ഷമാണുള്ളത്. കേരളത്തിൽ നാളിതുവരെ ഇല്ലാത്ത തരത്തിൽ ഒറ്റക്കെട്ടായ നേതൃത്വമാണ് ഇപ്പോഴുള്ളത്. CPM-നെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭരണം അടുത്തു കഴിഞ്ഞു. അതിനാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ ചിരിക്കണമെന്ന്. കാരണം അവർ മനസ്സുകൊണ്ട് UDF-നൊപ്പമാണെന്നും VD സതീശൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകിട്ടില്ല എന്നും 48 മണിക്കൂറുകൾക്കുള്ളിൽ 92 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. സീറ്റ് നിർണയത്തിൽ ഘടകകക്ഷികളായി ഒരു അവസരവും ഉണ്ടായില്ല. ചില മാധ്യമങ്ങൾ ബോധപൂർവ്വം തെറ്റായ വാർത്തകൾ പുറത്തുവിട്ടു. ഡൽഹിയിൽ ചർച്ച നടന്നത് 3.25 മണിക്കൂർ മാത്രമാണ്. എത്രയോ വിസ്മയങ്ങളുണ്ടായി. G. സുധാകരൻ, ഗോവിന്ദൻ, A. സുരേഷ്, PK ശശി എല്ലാം CPM-ൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയ വിസ്മയങ്ങളാണ്. ഇവരുടെ നീക്കങ്ങൾക്ക് CPM-ലെ മുതിർന്ന നേതാക്കൾ പിന്നിൽ നിന്ന് പിന്തുണ നൽകുന്നുണ്ട്. 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായി ധാരണയുണ്ട്. അവർ ജയിച്ചാൽ UDF-നൊപ്പം നിൽക്കും. UDF-ൽ നിന്ന് വിട്ടുപോയ സാമൂഹിക ഘടകങ്ങൾ സമ്പൂർണ്ണമായി തിരിച്ചുവന്ന കാലമാണിത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് കാരണം ഇതാണ്. നിലവിൽ സർക്കാർ നടത്തുന്നത് കള്ളപ്രചാരണമാണെന്നും അതെല്ലാം പൊളിച്ചെടുക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.